ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനുമെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. ഇതര യുവജന നേതാക്കളെ അവഗണിക്കുന്നുവെന്ന് പരാതി. ചാണ്ടി ഉമ്മൻ MLAയെ പുകഴ്ത്തുന്നത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ. സോഷ്യൽ മീഡിയ പ്രമോഷനല്ല, പക്വതയാർന്ന പ്രവർത്തനങ്ങൾ വേണമെന്നും വിമർശനം. രമേശ് ചെന്നിത്തലയ്ക്ക് പുറമെ ഒളിയമ്പുമായി ടി സിദ്ദിഖും ഡീൻ കുര്യാക്കോസും. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമെത്തുന്നതിന് മുൻപേ കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ മറനീക്കി പുറത്തെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മറവിൽ സ്വയം അധികാര കേന്ദ്രങ്ങളായി മാറാനും സെൽഫ് പ്രൊമോഷൻ നടത്താനും ശ്രമിക്കുന്ന ഷാഫി പറമ്പിലിനും PC വിഷ്ണുനാഥിനും അവർക്കൊപ്പം നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനുമെതിരെയാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഒളിയമ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ യുവ നേതാക്കളെ വിമർശിക്കുന്നതിലൂടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഏകാധിപത്യ പ്രവണതകളെയും പരോക്ഷമായി ഇവർ വിമർശിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും K മുരളീധരനുമാണ് ഈ വിധം സംവാദങ്ങൾക്ക് തുടക്കമിട്ടത്. എന്നാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെയും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ടി സിദ്ദിഖ് MLAയും ഡീൻ കുര്യാക്കോസ് MPയും രംഗത്തെത്തിയതോടെയാണ് പാർട്ടിക്കുള്ളിലെ ചേരിതിരിവ് കൂടുതൽ വ്യക്തമായിരിക്കുന്നത്. സതീശനിസം എന്നൊന്നില്ലെന്നും നിലമ്പൂരിൽ നടന്നത് കൂട്ടായ പ്രവർത്തനം തന്നെയായിരുന്നുവെന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ ഒളിയമ്പ്. അതേസമയം റീലും ഷോയും നടത്താതെ ചാണ്ടിയുമ്മന്റെ പ്രവർത്തനം കണ്ടുപിടിക്കൂ എന്ന തലക്കെട്ടോടെ ടി സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുമുണ്ട്. മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കാതെ വോട്ടർമാരെ തേടി വീടുകൾ കയറിയിറങ്ങിയ ചാണ്ടിയുമ്മൻ MLAയുടെ പ്രവർത്തനമാണ് നിലമ്പൂരിന്റെ മനം കവർന്നത് എന്ന വിധത്തിലായിരുന്നു ടി സിദ്ദിഖിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശങ്ങൾ ഈ വിധത്തിലാണ്: ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക, അവരിൽ ഒരാളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ രീതി. മകൻ ചാണ്ടി ഉമ്മൻ MLA ആകട്ടെ നിലമ്പൂരിൽ വോട്ട് തേടിയെത്തിയത് 3000-ലധികം വീടുകളിലാണ്. കാണുന്ന കവലകളിലെല്ലാം വോട്ട് തേടി വേഗത്തിലലയുന്ന ചാണ്ടി ഉമ്മനോടൊപ്പം ഓടിയെത്താനാവാതെ വിഷമിക്കുകയായിരുന്നു പ്രവർത്തകർ. അച്ഛന്റെ വഴിയിലൂടെ മകനും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയവുമായി മാത്രമേ മടക്കമുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടെ ചാണ്ടിയുമ്മൻ നിലമ്പൂരിന്റെ മനസ്സ് കവർന്നു. MLAമാരായ മാത്യു കുഴൽനാടനും ചാണ്ടിയുമ്മൻ MLAയ്ക്കുമൊപ്പം തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്ന തന്റെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടി സിദ്ദിഖ് MLA തന്റെ പ്രതികരണം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമാന രീതിയിൽ തന്നെയാണ് ഡീൻ കുര്യാക്കോസ് MPയും പ്രതികരിച്ചത്. നിലമ്പൂരിലെ പ്രചരണ രംഗത്തെ വ്യത്യസ്തമാക്കിയത് ചാണ്ടിയുമ്മന്റെ പ്രവർത്തന ശൈലിയായിരുന്നുവെന്നും ഒരു കലർപ്പുമില്ലാതെ ചടുലതയോടെ ഹൃദ്യമായി ജനങ്ങൾക്കിടയിൽ നീങ്ങിയിരുന്ന ഉമ്മൻചാണ്ടി സാറിനെയാണ് ചാണ്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വ്യക്തിപരമായി എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഈ വിധത്തിലായിരുന്നു ഡീനിന്റെ പ്രതികരണങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുക്കാൻ തങ്ങളുടെ കൈകളിലാണെന്ന് മേനി നടിക്കുന്ന ചില യുവ നേതാക്കൾക്ക് നേരെയുള്ള ചാട്ടുളികൾ തന്നെയാണ് ഈ വിധത്തിൽ ഉയർന്നിട്ടുള്ള പ്രതികരണങ്ങൾ. ഷോർട്സുകളും റീലുകളുമായി സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ ചാനലുകളിലും നിറഞ്ഞു നിന്നിരുന്ന ഷാഫിയുടെയും രാഹുലിന്റെയും ശൈലികളെ നേരിട്ട് വിമർശിക്കാതെ ചാണ്ടിയുമ്മന്റെ പ്രവർത്തന ശൈലിയെ നേരിട്ട് പുകഴ്ത്തുന്നതിലൂടെ വ്യക്തമായ നിലപാട് പ്രഖ്യാപനം തന്നെയാണ് ഈ നേതാക്കൾ നടത്തുന്നത്. ഹൈബി ഈഡൻ, CR മഹേഷ്, KS ശബരിനാഥൻ, റോജി M ജോൺ, അബിൻ വർക്കി തുടങ്ങിയ പ്രമുഖ യുവജന നേതാക്കളെ ബോധപൂർവം ഒതുക്കാനുള്ള നീക്കം കോൺഗ്രസിൽ നടക്കുന്നുണ്ടെന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുയരുന്ന പ്രതികരണങ്ങൾക്ക് അതീവ പ്രാധാന്യമാണുള്ളത്. ഷാഫിയുടെയും വിഷ്ണുനാഥിന്റെയും രാഹുലിന്റെയും പല നീക്കങ്ങളും അപക്വമാണെന്നും അതിനെല്ലാം പിന്തുണ നൽകുകയാണ് VD സതീശൻ ചെയ്യുന്നതെന്നുള്ള വികാരവും കോൺഗ്രസിന്റെ നേതൃനിരയിലും അണികൾക്കിടയിലും വളരെയധികം ശക്തവുമാണ്. ഈ സാഹചര്യത്തിൽ മറ്റ് നേതാക്കളെ നേരിട്ട് കുറ്റപ്പെടുത്താതെ ചാണ്ടിയുമ്മനെ പുകഴ്ത്തിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വരെ പരസ്യമായി രംഗത്തെത്തിയതിന് അത്യധികം രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്.